ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. ഇതുവരെ ആർക്കും അറിയാത്ത ഒരു സംഭവം. ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അതായത് ഒരു രോഗമുള്ള ഒരാൾക്ക് എന്തെങ്കിലും വേദനയാണ് ഉള്ള ആൾക്ക് ഞാനൊരു എണ്ണ ജപിച്ച് കൊടുത്താൽ ആ കൈ ഇങ്ങനെ തമ്മിൽ കൂട്ടിച്ചേർക്കുകയും തനിയെ ആ സ്ഥലത്ത് വന്നിട്ട് കൈ ഇങ്ങനെ വർക്ക് ആ വേദനയുള്ള സ്ഥലത്ത് വർക്ക് ചെയ്ത് മാറും. വിഷ്ണു, ഒരു ദിവസം താങ്കൾ അങ്ങ് ഇൻവിസിബിൾ ആവാനുള്ള ഒരു പവർ കിട്ടാം, താങ്കൾ ആർക്കും കാണാൻ പറ്റത്തില്ല, എന്താ ചെയ്യാ? പോളി പറയാം. അങ്ങനെ കിട്ടിയപ്പോ അപ്രത്യക്ഷനായിട്ട് എവിടെയെങ്കിലും നമുക്ക് പോകാൻ പറ്റാത്ത എവിടെയെങ്കിലും പോകും. സ്ഥലാണ് എനിക്ക് അറിയേണ്ടത്. സൂവിലോ സിംഹത്തിന്റെ കൂട്ടില്. സീക്രട്ട് ആയിട്ട് ഒരാളെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി കിട്ടുക. ഒരാളെ താങ്കൾക്ക് കൂടെ ഉള്ളത് അയാൾക്ക് അറിയാൻ പറ്റില്ല, അയാളെ സീക്രട്ട് ആയിട്ട് അയാളുടെ കൂടെ എന്തൊക്കെ ചെയ്യുക, അയാളുടെ ലൈഫ് ഫുള്ള് കാണാൻ പറ്റും ഒറ്റൊരു ദിവസം. എന്താ ചെയ്യുക? ആരെയാണ് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറയാൻ പറ്റില്ല, കുടുംബ പ്രശ്നമല്ലേ. ആണല്ലേ? നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനെ അങ്ങനെ എന്തെങ്കിലും സ്വയമായിട്ടൊരു മാറ്റം തോന്നിയായിരുന്നോ? മൊത്തത്തിൽ എങ്ങനെ പോകുന്നു ആ ഒരു ഇലക്ഷനും ബാക്കി പ്രചാരണവും ബാക്കി കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോയിരുന്നു. പിന്നെ അമ്മ ഇല്ലാത്തോണ്ട് അനീതി എന്റെ കൂടെ ആയിരുന്നു 15 ദിവസം അങ്ങനെ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കിനും അമ്മയുടെ കൂടെ ചില സമയത്തൊക്കെ ഞാനും പോകും. ഒരു വട്ടം 2 വട്ടമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പ്രചാരണം എനിക്കൊന്നും കലാശക്കൊട്ടനും ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. നമ്മുടെ മനസ്സിലുണ്ടോ ഇപ്പൊ എന്തെങ്കിലും ഈ പ്രായത്തിൽ ഒരു പൊളിറ്റിക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു മനസ്സിൽ? ഇപ്പൊ കറന്റ്ലി അങ്ങനെയൊന്നും ഇല്ല. ഇനി വരുമോ എന്ന് എനിക്കറിയില്ല. Inji, my meal partner. വെൽക്കം ടു മൈ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻഷ ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടീം റിവോൾവർ റിംഗോയാണ്. ഏറ്റവും പുതിയതായിട്ട് വരാനിരിക്കുന്ന മലയാള ചലച്ചിത്രം എനിക്ക് തോന്നുന്നു മെയിലായിരിക്കും റിലീസ് വരിക. സോ വെൽക്കം ആവണി, വിഷ്ണു, കൈതപ്പുറം സർ, രഞ്ജിൻ, സ്വീപ്പർ. യെസ്, സോ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ദി ഷോ. ഓക്കെ, അപ്പോ നമുക്കറിയാം ഈ ഇടയായിട്ട് മലയാളം സിനിമാ രംഗത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മള് സൂപ്പർ ഹീറോ മൂവീസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അതായത് മിന്നൽ മുരളി വലിയൊരു വിജയമായിരുന്നു, അതിനുശേഷം ലോക മറ്റൊരു വിജയമായിരുന്നു. അപ്പോ ഈ സിനിമയ്ക്ക് മിന്നൽ മുരളിയുമായിട്ട് ചെറിയൊരു ബന്ധം ഉണ്ട് എന്നാണ് എന്റെ ചാത്തന്മാർ എന്നെ അറിയിച്ചത്. അപ്പോ എവിടെ തുടങ്ങാം? നമുക്ക് സാറിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്കൊന്ന് സാറാണ് ഇതിൽ നമ്മുടെ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചു ആക്ച്വലി സാർ ഇതിനകത്ത് ഒരു ക്യാരക്ടറും ചെയ്തിരിക്കും എന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോ സാറിന്റെ ലിറിക്സ് ആണുള്ളത്. സാർ എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പാട്ടാവുന്നത്? നമുക്ക് അതിന് തുടങ്ങാം. നല്ല കൂട്ടുകാരായിട്ടുള്ള കുട്ടികളുടെ കൂടെയുള്ള സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്ന് കിരൺ, പിന്നെ നമ്മളെ മ്യൂസിക് ഡയറക്ടർ, ഇവരൊക്കെ എന്റെ അടുത്ത കൂട്ടുകാരായി. ചെറിയ ഒരു പടം കൊണ്ട് തന്നെ ഞങ്ങളെ കൂട്ടുകാരായി. അതെ, ഇപ്പൊ നല്ല കൂട്ടുകാരെ, നല്ല പാട്ടുകാരനാണ്, എനിക്ക് ഇഷ്ടമായി. അതല്ലേ, സന്തോഷം. വിഷ്ണു, പേഴ്സണലി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളുടെ ഒരു കരിയർ, താങ്കളുടെ ഒരു ഗ്രോത്ത് പുറത്തു നിന്ന് കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. ഓക്കെ, അതായത് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്, സിനിമയിൽ വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ്. പ്രത്യേകിച്ച് വലിയൊരു ബാക്ക്ഗ്രൗണ്ടോ ബാക്കപ്പോ ഒന്നും ഇല്ലാണ്ട് സിനിമയുടെ സ്നേഹം കൊണ്ട് മാത്രം ഇതുവരെ എത്തിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഐ എം സോ ഹാപ്പി ഫോർ യു. ഓക്കെ, അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എന്താണ് റിവോൾവർ റിംഗോയെ പറ്റി കൂടുതൽ സംസാരിക്കാനുള്ളത്, എന്താ പറയാനുള്ളത്? ഇത് എനിക്ക് ഈ മനുവങ്കിൾ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ഇല്ലേ, അത് നമ്മൾ ചെറുപ്പത്തിൽ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ആ സിനിമയോടും അതിലെ കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര അടുപ്പം തോന്നും. കാരണം ആ കുട്ടികള് എല്ലാരും കൂടി ഒരുമിച്ചൊരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങുന്നതും അല്ലെ, സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്. അതെ, അങ്ങനെ ഒരു സംഭവം. അപ്പൊ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ക്യൂട്ട്നെസ് ഈ സിനിമയിലുണ്ട്. അപ്പൊ ഇവര് ഈ കൂട്ടുകാര് ചേർന്ന് ഒരു വെക്കേഷൻ ഒരു കാര്യത്തിന് ഒരു ഉദ്യമമായിട്ട് ഇറങ്ങുകയും അപ്പൊ അതില് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എന്റെ. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഒരു സൂപ്പർ ഹീറോ പരിപാടിയൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഒരു സിനിമ സൂപ്പർ ഹീറോ, ഓക്കെ, ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല, സ്പോയിലർ ആയേക്കാം. ശരിക്കും ഒരു സൂപ്പർ ഹീറോയുടെ ഒരു പ്രസൻസ് നമുക്ക് പ്രതീക്ഷിക്കാവോ സിനിമയിൽ? അല്ല, അതൊരു സിനിമ ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, പക്ഷെ അതിന്റെ ഇടയിൽ അതും വരുന്നുണ്ട്. പിള്ളേരുടെ ഏട്ടനാണ് അതിനകത്ത്, അതെ അല്ലെ? പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാമനാണ്, മാമൻ. ഓക്കെ, രഞ്ജിൻ, ബിഗ് ഫാൻ ഓഫ് യു. ഓക്കെ, സോ ഈ സിനിമയിലേക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രോസസ്? അതായത് പാട്ടുകൾ ഇപ്പൊ ഓഫ് കോഴ്സ് ഡയറക്ടറുമായിട്ടൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അവരുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടാവും.
എന്താണ് ഡയറക്ടർ പറഞ്ഞത് എനിക്ക് ഈ സിനിമയിൽ പറയുമല്ലോ ഇതാണ് എന്റെ ഒരു വൈബ് എന്നുള്ളത്? സോ എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് താങ്കൾക്ക് കിട്ടിയത്? വിഷ്ണു പറഞ്ഞ പോലെ ക്യൂട്ട്നെസ് എന്നുള്ള വേർഡ് എപ്പോഴും കിരണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ടായിരുന്നു. അതായത് എല്ലാത്തിലും ഒരു ഒതുക്കം ഈ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാത്തിലും ഒരു മിനിമൽ സ്വഭാവം അതിനുണ്ട്. ഒരുപാട് ഓവർ പവർ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് അണ്ടർപ്ലേ ആണ് വേണ്ടത്. സിനിമയ്ക്ക് അല്ലെങ്കിൽ വിഷ്വലിനും മേലെയായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതിന് ഏറ്റവും ചേർച്ചയുള്ള ഒരു അണ്ടർപ്ലേ ആണ് വേണ്ടെന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ആണ് ഡയറക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടിലാണെങ്കിലും ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ യൂട്ടിലൈസ് ചെയ്തു നല്ല രീതിയിൽ. സ്കോറിലാണെങ്കിലും എനിക്ക് ഞാൻ എന്നും ചെയ്യുന്ന ഒരു പാലറ്റ് നിന്ന് മാറി ചെയ്യാൻ പറ്റിയ ഒരു സിനിമയും കൂടെയാണ് റിവോൾവർ. പറയുന്ന പോലെ ഒരു വലിയ സൂപ്പർ ഹീറോ വലിയൊരു ക്യാൻവാസ് കൈൻഡ് ഓഫ് പടം എനിക്ക് തോന്നുന്നില്ല. അതിലൊരു സിംപ്ലിസിറ്റി ഉണ്ട്. ആക്ച്വലി തിരുമേനിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്നറിഞ്ഞപ്പോ എന്റെ ഉള്ളിനകത്തൊരു ഒരാളുണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നേ. പക്ഷെ വന്നിട്ട് ഞാൻ നേരത്തെ കണ്ടപ്പോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ താങ്കളുടെ മുഖത്ത് ചിരി കണ്ടപ്പോഴത്തേക്ക് ഞാൻ കൂളായി. ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, നടന്ന നിലക്ക് അതിൽ കുറച്ച് ഗൗരവമുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ടാണ് ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു പേര്. കാരണം എന്നോട് സംസാരിച്ചാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അതെയല്ലേ? എപ്പോഴും ഞാൻ വളരെ കൂളായിട്ടും ഒരിക്കലും ചൂടാവുന്ന പ്രശ്നമില്ല. ഇല്ല, അങ്ങനെയാണ്. സ്നേഹത്തോട്ട് മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ. ഓക്കെ. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലെ ഇതൊരു കുട്ടികൾക്ക് കുറച്ചുകൂടെ എന്താ പറയാ റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ റിലേറ്റഡ് ആയിട്ടൊരു മൂവിയാണ്. അപ്പോ താങ്കളും ആ ഒരു കാര്യത്തിൽ പങ്കെടുക്കും എന്ന വിശ്വാസത്തോടു കൂടി ഞാനൊരു ചെറിയ കുട്ടി സെഗ്മെന്റിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ എല്ലാരെയും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് സൂപ്പർ പവേഴ്സ് പറയും. അത് സൂപ്പർ ഹീറോ പോലത്തെ മൂവിയാണല്ലോ. അപ്പൊ നമുക്ക് നോർമൽ മനുഷ്യന്മാർക്ക് ഇല്ലാത്ത കുറച്ച് സൂപ്പർ പവർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ ആ പവർ എങ്ങനെ ഉപയോഗിക്കും എന്ന് പറയണം. തിരുവനി അബദ്ധമാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ ഓക്കെ, തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആവണിന്ന് തുടങ്ങാം. ഓക്കെ ഓക്കെ. ആവണിക്ക് റിയൽ ലൈഫിൽ ഒരു സൂപ്പർ ഹീറോയിൻ, അതായത് ലോക പോലെ ഒരാളാവാൻ ഉള്ള ചാൻസ് കിട്ടുവാണ്. ഓക്കെ, ആവണി ഫസ്റ്റ് എന്താ ചെയ്യാ? ഫസ്റ്റ് ഞാൻ എനിക്കൊരു മാജിക് കാണിക്കാൻ പറ്റുന്ന ഒരു എലിമെന്റ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഭയങ്കര സൂപ്പർ പവർ ഉണ്ട്, അതായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ പവർ ഇങ്ങനെ എൻജോയ് ചെയ്ത് എന്നെ കൊണ്ട് എന്തൊക്കെയാണോ പറ്റാത്തത് അതെല്ലാം ഞാൻ ആ പവർ മാക്സിമം മാജിക് കാണിക്കാൻ കുറച്ച് താല്പര്യം കൂടുതലുണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ, ശരി, സൂപ്പർ. വിഷ്ണു, ഒരു ദിവസം താങ്കൾ അങ്ങ് ഇൻവിസിബിൾ ആവാനുള്ള ഒരു പവർ കിട്ടാ, താങ്കൾ ആർക്കും കാണാൻ പറ്റത്തില്ല, എന്താ ചെയ്യാ? പോളി. അപ്പൊ മനസ്സിൽ വന്ന സാധനം തന്നെ പറയണം കേട്ടോ, ഫിൽറ്റർ ഇട്ടത് ഇവിടെ. അല്ല, സൂപ്പർ പവർ കിട്ടാന്ന് ചോദിച്ചപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കാണ് സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ ആദ്യം തന്നെ അപ്രത്യക്ഷനാവാൻ ആഗ്രഹിക്കുമെന്ന് പറയാൻ എനിക്ക് വരുന്നത്. അപ്പൊ അപ്രത്യക്ഷനാവാൻ പറ്റി എന്ന് വിചാരിക്കാം. എന്ത് അന്നത്തെ എന്താ ചെയ്യണം? എന്താ ചെയ്യാ? അത് പറയാൻ പറ്റില്ല. അങ്ങനെ കിട്ടിയപ്പോ അപ്രത്യക്ഷനായിട്ട് എവിടെയെങ്കിലും നമുക്ക് പോകാൻ പറ്റാത്ത എവിടെയെങ്കിലും പോകും. സ്ഥലാണ് എനിക്ക് അറിയേണ്ടത്. സൂല്, സിംഹത്തിന്റെ കൂട്ടില് സേഫ് സോൺ പിടിച്ചതാ, എനിക്ക് മനസ്സിലായി. തിരുമേനി, ഈ ടൈം ട്രാവൽ എന്ന് പറയുന്നത്, അതായത് നമുക്ക് മുന്നത്തെ കാലത്തോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിലോ വരാനിരിക്കുന്ന കാലത്തോട്ടോ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ കിട്ടിയാൽ എന്തായിരിക്കാം ചെയ്യുക? ഞാൻ ഇതുപോലുള്ള ഇതാണ് സിറ്റുവേഷനിലാണ് മറ്റേ ഞാൻ ഗന്ധർവ്വൻ എഴുതിയത്. ഇതേപോലെയാണ് ശരിക്കും. ആള് മാറുന്നതും പിന്നെ ഇല്ലാതെ ആവുന്നതൊക്കെ. ഇപ്പൊ ഈ പടത്തില് റിവോൾവർ റിംഗോ എന്നൊരു പാട്ട് പാടുന്നത് ഞാൻ എഴുതും. എനിക്കൊരു പ്രശ്നമില്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇവരെന്താണോ പറയുന്നത്, അവർക്ക് എന്താണോ ആഗ്രഹം, അതാണ് ഞാൻ ചെയ്യുക. ആണല്ലേ? ഈ ഭൂതകാലത്ത് പോയിട്ട്, അതായത് പാസ്റ്റിൽ പോയിട്ട് ഭൂതകാലത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്, മാറ്റാനുണ്ടെന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്തത്, സീക്രട്ട് ആയിട്ട് ഒരാളെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി കിട്ടുകയാണ്. ഒരാളെ താങ്കൾക്ക് കൂടെ ഉള്ളത് അയാൾക്ക് അറിയാൻ പറ്റില്ല, അയാളെ സീക്രട്ട് ആയിട്ട് അയാളുടെ കൂടെ എന്തൊക്കെ ചെയ്യാ, അയാളുടെ ലൈഫ് ഫുള്ള് കാണാൻ പറ്റും ഒറ്റൊരു ദിവസം, എന്താ ചെയ്യാ? ആരെയാ സെലക്ട് ചെയ്യാം? അത് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറയാൻ പറ്റില്ല, കുടുംബ പ്രശ്നമില്ലേ? ആണല്ലേ? അപ്പൊ ആ വക കാര്യങ്ങൾ കയ്യിലും മനസ്സിലുള്ളതാ പറയുന്നേ. അല്ല, അതിപ്പൊ പറഞ്ഞിട്ട് ശരിക്കും ഞാൻ പവർ കിട്ടിയാല് അവര് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അവരറിയും എന്തായാലും. അതൊക്കെ ഇൻട്രസ്റ്റ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പലരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോട്ടെ, അതെല്ലാം വിടാം. ഇപ്പൊ സ്റ്റോക്ക് ചെയ്ത് തിരുമേനിയുടെ കുഴപ്പമില്ല, പറഞ്ഞോ. അല്ല,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഈ ആളുടെ ലൈഫ് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം, ഒരാളുടെ ഡേ ഇൻ ലൈഫ്, മീൻസ് ഡേ ഇൻ ഹിസ് ലൈഫ് ഓർ ഹിയർ ലൈഫ് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള ഒരാൾ അങ്ങനെ പറഞ്ഞാലും ഒരാളെ പറയണമെന്നാ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് റെസ്പെക്ട് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഫാൻ ആയിട്ടുള്ള ഒരാള് അങ്ങനെ ആവാലോ. അപ്പൊ ലാലേട്ടന്റെ മമ്മൂക്കയുടെ ലൈഫിൽ എന്താണ് അവര് അതൊക്കെ പറയാവുന്നല്ലേ ഉള്ളൂ. ഞാൻ തന്നെ സെൽഫ് ചെയ്ത പോലെ അതെ, നമുക്ക് പറയാവുന്നുള്ളൂ. മമ്മൂക്കയുടെ ഫുഡിങ് അല്ലെ, ഹെൽത്ത് പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, ഭക്ഷണ രീതി, അത് ഭയങ്കര എല്ലാരും കൊട്ടിഘോഷിക്കപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ സെൻസ്. അപ്പൊ എവിടുന്നാണ് മമ്മൂക്ക, എവിടുന്നാണ് ആ ഫാഷന്റെ പരിപാടി മമ്മൂക്ക അബ്സോർബ് ചെയ്തെടുക്കണം എന്നുള്ള കാര്യം ഇതൊക്കെ നമുക്ക് പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കാൻ പറ്റിയ വളരെ നല്ലതായിരിക്കും, അടിപൊളിയായിരിക്കും. കാരണം എന്തായാലും നമുക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ലല്ലോ. നമുക്കടെ മാത്രം സ്വന്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത് എങ്ങനെയെങ്കിലും നമുക്ക് സ്റ്റൈലിസ്റ്റിനെ ഒന്ന് കൈ കിട്ടാൻ പലപ്പോഴും സ്റ്റൈലിസ്റ്റിനെ കിട്ടിയിട്ടും കാര്യമില്ല. നമുക്കടെ ഒരു പരിപാടിയിലുണ്ട്. അതെന്താന്നുള്ള കാര്യം ഈ പറഞ്ഞ പോലെ സീക്രട്ട് ആയിട്ട് സ്റ്റോക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. മമ്മൂക്ക നല്ലൊരു ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞത് ആ രഹസ്യം രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. നല്ലൊരു മലയാള സിനിമയ്ക്ക് തന്നെ എനിക്കൊരു പുതിയ അറിവ് കൊടുക്കാൻ പറ്റും. അതല്ലേ. ഓക്കെ ഓക്കെ. മൈൻഡ്, ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള പവർ കിട്ടാണ് ശ്രീപതി. കൺട്രോൾ ചെയ്യാം. താൻ പറയുന്നത് പോലെ ആള് എല്ലാം ചെയ്യും. ഞാൻ കളക്ടർ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ ഡിസ്ട്രിക്ട് കളക്ടറാ. എന്താ ചെയ്യാൻ പോവാ? അവധി കൊടുക്കും. ഫുൾ ലീവ് കൊടുക്കും. സ്കൂളിന് ഫുൾ ലീവ് കൊടുക്കും. നല്ലൊരു പരിപാടിയാണ്. സ്കൂളിൽ പോകാൻ മടിയുള്ള കൂട്ടത്തിലാണോ? ആണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വലുതാവുമ്പോ ഈ പഠിത്തം ബേസ് ചെയ്തിട്ട് അക്കാഡമിക്കലി വലിയൊരു ആളാവാനാണോ ആഗ്രഹം, അതോ ആക്ടിംഗിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം? രണ്ടും 50-50 ആയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഒരേപോലെ കൊണ്ടുപോകണം. ആക്ടിങ് എന്റെ പാഷനാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. സോ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ജോലി എന്തായാലും വേണമല്ലോ, അതും കൂടെ എടുക്കും. അങ്ങനെയാണ്. ഓക്കെ. തിരുമേനി, ഇപ്പോ നമ്മള് മുന്നത്തെ കാലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് ഇപ്പൊ താങ്കൾ വർക്ക് ചെയ്തപ്പോ ഭരതൻ സാർ ആയിക്കോട്ടെ, ഒരുപാട് ലെജൻസിന് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എനിക്ക് തോന്നുന്നു സിനിമ പാട്ടുകൾ കുറച്ചുകൂടി കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സമയം. ഇപ്പൊ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു, അതുപോലെ തന്നെ പാട്ടുകളുടെ രീതിയും കുറഞ്ഞു വരുന്നു, ലിറിക്സും ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒക്കെ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ, അതായത് പണ്ടത്തെ സിനിമ അല്ലെങ്കിൽ അന്നത്തെ പാട്ടുകൾ കുറച്ചുകൂടെയൊക്കെ പൊയട്രിക് ആയിരുന്നു അല്ലെങ്കിൽ കാവ്യാത്മകമായിരുന്നു, ഇപ്പൊ വരുമ്പോഴത്തേക്കും ആ ഒരു കവിതയ്ക്കുള്ള പ്രാധാന്യം കുറഞ്ഞു വരുന്നു, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ മാറ്റങ്ങൾ ഇപ്പം ഞാൻ നമ്മുടെ കുട്ടിക്കാലത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്തോ അതിന് ശേഷമോ ഞാൻ മൊബൈൽ തന്നെ സങ്കല്പമില്ല. അടുത്തടുത്ത് പുതിയ പുതിയ ശാസ്ത്രങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ, അനുഭവങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് പഴയതിൽ മാത്രം നിൽക്കാൻ പറ്റില്ല. ഞാൻ അവരുടെ കൂടെയാണ്. ഇത് പുതിയ മാറ്റത്തിന്റെ ശബ്ദം ആഗ്രഹിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ. അങ്ങനെയാണ്. നമുക്കതിന് പഴയ പോലെ എഴുതാൻ ആവശ്യമൊന്നുമില്ല. ആ കാലത്ത് അതിന്റെ സമ്പ്രദായം, പ്രമോദനം പോലെയുള്ള പാട്ടുകൾ അത് ഉള്ളപ്പോ അത് ചെയ്യുന്നു, അല്ലാത്തപ്പോ നമ്മൾ മറ്റേത് ചെയ്യുന്നു. ഇപ്പോ ഇതൊന്നും അല്ലാത്ത റിവോൾവർ റിംഗോ പോലെയുള്ള പടങ്ങൾ വരുമ്പോ ഞാൻ അവരോട് നിൽക്കുന്നത് ഇതാണ് ശരി, എനിക്ക് ഇതാണ് ശരി ഇപ്പോ. കാലത്തിനൊപ്പം ഇനി വേറെ അതാണ് അപ്പോ ശരി. അതുകൊണ്ട് ഞാൻ എന്റെ ഒരു ശരി വെച്ചിട്ട് ഒന്നിനെ അളക്കാറില്ല. ഈ ശരി ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ നിൽക്കുന്നത്. അവിടെ എനിക്ക് ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ സ്നേഹിക്കുന്നു, ഇവരെ സ്നേഹിക്കുന്നു, അടുത്ത ആൾക്കാരെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ എഴുതുന്നത്, അല്ലാതെ ശത്രുതയുണ്ടോ വൈരാഗ്യം കൊണ്ടോ എന്റെ ഒരു പാണ്ഡിത്യം കൊണ്ടോ ഒന്നുമല്ല. വളരെ ലൈറ്റായിട്ടുള്ള മനസ്സുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. അവിടെ എനിക്ക് നല്ല ഓക്കെയാണ്. എനിക്ക് വേറെ സ്വപ്നങ്ങളൊന്നുമില്ല. ഇവരുടെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇതിനും വലിയൊരു മനോഹരമായിട്ടുള്ള മറുപടി ഇതിനും വലുതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളതാണ്. അതെ അതെ. ഓക്കെ. വിഷ്ണു, സിനിമയെ പറ്റി കൂടുതൽ പറയുക, എങ്ങനെയായിരുന്നു ഇതിന്റെ ഫുൾ ഒരു പ്രൊഡക്ഷൻ സെറ്റിലെ പരിപാടികൾ? താങ്കൾ ഇത്രയും കുട്ടികളെ മാനേജ് ചെയ്യുന്ന കുട്ടികളുടെ ഒരു മാവനാണ്. അപ്പോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ് ഈ കുട്ടികളുടെ കൂടെ ചെലവഴിച്ചപ്പോ? ഭയങ്കര രസമായിരുന്നു. കോഴിക്കോടായിരുന്നു ഇതിന്റെ ഷൂട്ടിങ്. നമ്മൾ റൈറ്റർ ഡയറക്ടർ കിരണാണ്. കിരണിന്റെ നാട് തന്നെയാണ് കോഴിക്കോട്. അവിടെ ആയിരുന്നു മുഴുവൻ ഷൂട്ടിങ്ങും. അപ്പോ ആ സമയത്ത് നമ്മുടെ ശ്രീപദ് എന്റെ പെങ്ങളുടെ മോനായിട്ടാണ് അഭിനയിക്കണത്. അപ്പൊ എനിക്ക് ശരിക്കും പെങ്ങന്മാരുണ്ട്, അവരുടെ മക്കളുണ്ട്. അപ്പൊ അവന്മാരൊക്കെ വീട്ടില് വെക്കേഷനൊക്കെ വരുമ്പോ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ.
അപ്പൊ അതൊക്കെ തന്നെ ഇതിലും സ്ക്രിപ്റ്റിലും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ രസകരമായിട്ടുള്ള, അത് എനിക്കെന്നല്ല എല്ലാ മലയാളികൾക്കും കണക്ട് ആവുന്ന അങ്ങനത്തെ കുറെ സീക്വൻസുകൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ കുട്ടികള് കുറെ പേരുണ്ട് കേട്ടോ. ഇവരെല്ലാരും കൂടി ഒരു ഉദ്യമമായിട്ട് ഇറങ്ങുന്നതാണ് ഈ സിനിമ. അപ്പൊ അതിന് എന്റെ ക്യാരക്ടർ പഴയ ഒരു എന്താ പറയാ ആൽബം ഒക്കെ ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ട്രെൻഡായി നടന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ. ആ സമയത്ത് ആൽബം ഒക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്റെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള മാമനെ കൊണ്ട് നമുക്ക് ഇത് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ് ഇവരൊരു പരിപാടി ചെയ്യിപ്പിക്കാൻ വരണതാണ്. ഓക്കെ ഓക്കെ. അതാണ് ഇതിന്റെ ഒരു ബേസ് പരിപാടി. മൊത്തം നല്ല രസമായിരുന്നു. ഷൂട്ടാണെങ്കിലും അവിടത്തെ കോഴിക്കോട് ഇവരെങ്ങനെയായിരുന്നു സെറ്റിൽ? ഇവരൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഇപ്പൊ ഭയങ്കര പാവം പിടിച്ച പിള്ളേരെ പോലെ ഒന്നും മിണ്ടാണ്ട് വളരെ സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. സെറ്റിൽ ഇങ്ങനെയൊന്നുമല്ല. സെറ്റിൽ അഭിനയാണെന്ന് തോന്നുന്നല്ലേ ശ്രീപദേ? അല്ല, റിയൽ കുട്ടികൾ തന്നെയാണല്ലോ. ഇതിപ്പോ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിരിച്ചേക്കണല്ലേ. അല്ലാത്തപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിത്വവും കളികളും ചിരിയും മറ്റേ യൂനോ കാർഡ്സ് കളിയും ഒക്കെ ആയിരുന്നു ഞങ്ങള്. ഫുൾ. കിരണൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ കാര്യത്തിനൊക്കെ. പക്ഷെ ആ ഭാഗത്തൊന്നും കാണാറില്ല നോർമലി. അല്ല, കിരണിനൊക്കെ അവിടെ ഒരുപാട് ജോലി ഉണ്ടല്ലോ. ഞങ്ങള് ഷോട്ട് കഴിഞ്ഞാൽ അതെ അതെ, ഇപ്പൊ തിരുമേനി പറഞ്ഞ പോലെയാണ്, ആ കുട്ടിത്വം എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അവരുമായിട്ട് ജെല്ലാവുമ്പോ അത് എല്ലാരിലെയും ആ പഴയ കുട്ടി ഉണരും. ഞങ്ങളിരുന്ന് യൂനോ കാർഡ്സ് കളിയും ഭയങ്കര ചിരിയും കളിയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ ലൈറ്റ് പോവും, ഇപ്പൊ ഈ ഷോട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ ഒരു ദിവസവും കൂടി ഇതിനു വേണ്ടി വരേണ്ടി വരും എന്നുള്ള സീരിയസ്നെസ് ഒന്നും ഇവർക്കില്ലല്ലോ. ഇവരാ സമയത്ത് കിടന്ന് തമാശ കളിക്കും, ഷോട്ടിന്റെ ഇടയിൽ ചിരിക്കും. അപ്പൊ നമ്മള് ഇതാക്കലടാ പെട്ടെന്നാക്കുന്നൊക്കെ ഞാനൊക്കെ 2-3 തവണ കഴിയുമ്പോ പറയും. കിരൺ ഇവരടുത്ത് പറയാൻ വേണ്ടി പതുക്കേക്ക് വന്നിട്ട് തിരക്കട്ടാ. ഭയങ്കര പാവ ഒരു ഡയറക്ടറാണോ പുള്ളി? ആ കിരൺ ഭയങ്കര പാവ ഒരു മനുഷ്യനാ. അപ്പൊ വന്ന് പെട്ടെന്നാവട്ടെ എന്ന് പറയാൻ വേണ്ടി കിരൺ വന്നത് ഒരു 15 മിനിറ്റ് എടുത്തുകൊണ്ടാണ്. ഒരു ഡയറക്ടറിന്റെ രോദനം എന്നൊക്കെ. ഓക്കെ. അന്ന് എനിക്ക് അന്ന് മറ്റേ നാഷണൽ അവാർഡൊന്നും അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, അതിനുശേഷം. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ പിന്നെ വല്ലതും പറയാൻ പറ്റുമോ ശ്രീമതിന്റെ അടുത്തൊക്കെ? ഞാൻ അതാ ചോദിച്ചത്, ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനെ അങ്ങനെ എന്തെങ്കിലും സ്വയമായിട്ടൊരു മാറ്റം തോന്നിയായിരുന്നു? നാഷണൽ അവാർഡ് കിട്ടി അങ്ങനത്തെ ഒരു സാധനം, സന്തോഷത്തിനപ്പുറത്തേക്ക് ജാട കൂടിയോന്നൊരു ഡൗട്ട് ഉണ്ട്. ചെറുതായിട്ടൊരു ജാട കൂടിയോന്നൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ വേറെ ഞാനായിട്ടൊന്നും മാറാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. പഴയ പോലെ തന്നെ ഇങ്ങനെ പോകുന്നു. ഉണ്ടോ ഇല്ലയോന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അതിവരൊക്കെയല്ലേ പറയേണ്ടത്. സ്കൂളിലും ഒക്കെ ടീച്ചേഴ്സിന്റെ ഒക്കെ മൊത്തത്തിലുള്ളൊരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നോർമലാ. സ്കൂളിന്റെ അകത്ത് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഇപ്പോഴും ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ വഴക്ക് കിട്ടും, അടി കിട്ടും, അങ്ങനെയൊക്കെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നാഷണൽ അവാർഡ് കിട്ടിയ കുട്ടി അങ്ങനെയൊന്നുമില്ല. അല്ല, ശ്രീപദന്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ്. അവരുടെ ഹെൽപ്പ് ഉണ്ടാവാറുണ്ട് കൂടുതലും. ഷൂട്ടിന് പോകുമ്പോ ക്ലാസ് ഒക്കെ മുടങ്ങുമ്പോ അവരാണ് ഹെൽപ്പ് ചെയ്ത് തരാറുള്ളത്. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. നോർമൽ ലൈഫ്, നോർമൽ സ്റ്റുഡന്റ് ലൈഫ് തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ. അവണി, നമ്മള് ഇടയ്ക്ക് വേറെ ഭാഷകളിലൊക്കെ പോയി അഭിനയിച്ച് തകർത്തിട്ടൊക്കെയാണല്ലോ തിരിച്ച് വീണ്ടും വരുന്നേ. ഈ പൊതുവെ ലാംഗ്വേജസ് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണോ? അതായത് മലയാളത്തിൽ നിന്ന് വേറെ ലാംഗ്വേജിലൊക്കെ പോയി അഭിനയിക്കുമ്പോഴത്തേനും? അത് ഞാൻ ഫസ്റ്റ് ടൈം അണ്ണാത്തെ എന്നുള്ള മൂവി ആയിരുന്നു ചെയ്തത് തമിഴില്. അപ്പൊ അന്ന് എനിക്ക് തമിഴ് ഒന്നും അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ സെറ്റിൽ പോയി. അമ്മയ്ക്ക് നല്ലോണം തമിഴ് അറിയാം. അമ്മയുടെ ഹെൽപ്പ് ഒക്കെ വെച്ച് ഞാനിങ്ങനെ പതുക്കെ പതുക്കെ കേട്ട് മനസ്സിലാക്കി. അങ്ങനെ എനിക്ക് തമിഴ് ഇപ്പൊ ഓക്കെയാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റും. ഇതിലുണ്ടെന്ന് തോന്നുന്നു ഈ പടത്തിലുണ്ടല്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് തമിഴ് വഴിതെറ്റി കയറിയിരുന്നാന്ന് വിചാരിച്ചാ? അല്ലല്ല, അഞ്ജലി ചേച്ചി അമ്മയും ഉണ്ട്. അഞ്ജലി അങ്ങനെ എനിക്കറിയോ. അങ്ങനെ തമിഴ് പഠിച്ചു. കഴിഞ്ഞിട്ട് അണ്ണാത്തെ മൂവിയിൽ ഒരു പാട്ട് സീനിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കണ്ട് പിന്നെ ഫീനിക്സ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 തമിഴ് ഫിലിംസിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഒരെണ്ണം വിക്രം സാറിനോട് ചെയ്യാൻ പറ്റി, ഒരെണ്ണം സൂര്യ സാറിനോട് ചെയ്യാൻ പറ്റി. അങ്ങനെ തമിഴ് പിന്നെ ഫ്ലുവന്റ് ആയി, ഓക്കെ ആയി. അങ്ങനെ ഇപ്പൊ തമിഴ് നന്നായിട്ട് വരും, ഫ്ലുവന്റ് ആയി. ഓക്കെ ഓക്കെ ഓക്കെ. ആവണി ഉഗ്രൻ ആക്ടറാ. ആവണി ഫിനിക്സ് എന്ന് പറയുന്ന സിനിമ കണ്ടാലും അറിയാം ആവണിയുടെ റേഞ്ച് എന്താ. അമ്മയേക്കാൾ പിടിക്കി. അവിടെ വീട്ടിൽ കോമ്പറ്റീഷൻ ഉണ്ടോ ഇതുപോലെ? അമ്മ എങ്ങനെയാ മൊത്തത്തിൽ സപ്പോർട്ട്? അമ്മ ആണെങ്കിൽ ഫിനിക്സിന്റെ ഷൂട്ടിംഗ് സെറ്റിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനൊരു ട്വിസ്റ്റോ അങ്ങനെ ഇങ്ങനൊരു മൂവി ഞാൻ ഇങ്ങനെ അഭിനയിച്ചു എന്നുള്ള കാര്യം
അമ്മയ്ക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് എന്നെ വല്ലാത്തൊരു നോട്ടം, നിനക്ക് ഇത്ര കഴിവുണ്ടായിരുന്നു. ഇത് നീ തന്നെയാണോന്നൊക്കെ. അങ്ങനെ പിന്നെ അമ്മ പറയുന്നത് എല്ലാരും റെസ്പെക്ട് ചെയ്യാ, നന്നായിട്ട് സെറ്റിൽ ഇരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു അഡ്വൈസ് തരും. അഞ്ജലിജിന് എനിക്ക് പേഴ്സണലി ഞാൻ കോൺവേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മൾ പേഴ്സണലി സംസാരിച്ചിട്ട് ഒരുമിച്ച് ഒരിടത്ത് ചെറിയ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നത് അഞ്ജലിജിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഓക്കെ ആണോന്ന് എപ്പോഴും പുള്ളിക്കാരി ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനത്തെ ഒരാളാ. ഇപ്പൊ റീസെന്റ് അമ്മയെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇലക്ഷൻ ഒക്കെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ എങ്ങനെ പോകുന്നു ആ ഒരു ഇലക്ഷനും ബാക്കി പ്രചാരണവും ബാക്കി കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോയിരുന്നു. പിന്നെ അമ്മ ഇല്ലാത്തോണ്ട് അനീതി എന്റെ കൂടെ ആയിരുന്നു 15 ദിവസം. അങ്ങനെ പഴയ കാലം പുതിയ കാലം, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും വരിക. അതായത് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ജനറേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ടെക്നോളജി മാറിയിട്ടുണ്ട്, സിനിമ എടുക്കുന്ന രീതികൾ മാറിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യമോ ഒരു ആശയമോ ഒരു ടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒരു കാര്യം ഇവര് ആർക്കും അറിയാത്ത, നിങ്ങൾക്കും അറിയാത്ത ഒരു വിഷയമുണ്ട് എനിക്ക്. ഞാൻ ഹിപ്നോട്ടിസ്റ്റാണ്. ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. അതെയോ? അതെ, ഇതുവരെ ആർക്കും അറിയാത്ത ഒരു സംഭവം. ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, അത് അറിയില്ലായിരുന്നു കേട്ടോ. ആർക്കും അറിയില്ലായിരുന്നു. അതൊരു ഇപ്പം അമ്പലത്തിലുള്ള കാലത്താണ് ഞാൻ പഠിച്ചത്. അപ്പൊ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അതായത് ഒരു രോഗമുള്ള ഒരാൾക്ക്, എന്തെങ്കിലും വേദനയോ ഉള്ള ആൾക്ക് ഞാനൊരു എണ്ണ ജപിച്ച് കൊടുത്താൽ ആ കൈ ഇങ്ങനെ തമ്മില് കൂട്ടിച്ചേർക്കുകയും തനിയെ ആ സ്ഥലത്ത് വന്നിട്ട് കൈ ഇങ്ങനെ വർക്ക് ചെയ്യും. ആ വേദനയുള്ള സ്ഥലത്ത് വർക്ക് ചെയ്ത് അത് മാറും. ഒരു 4 ദിവസം 5 ദിവസം ചെയ്താൽ മാറും. ഞാൻ ചെയ്തിട്ടുള്ള സംഭവം. അതിലൂടെ എനിക്ക് ഈ വ്യക്തിയെ മനസ്സിലാക്കാനും പറ്റും. നമ്മൾ ചെയ്യുന്ന ആളുടെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള മനസ്സ്, ഏറ്റവും ജീവിതത്തിൽ ഞാൻ ആരാധിക്കുന്ന ഒരു മനസ്സുള്ള ആള് അരവിന്ദൻ ഡയറക്ടറല്ലേ, അദ്ദേഹത്തിന്റെ വൈഫ്. അതെയോ? അന്നും ഇന്നും എനിക്ക് അവരെ ഭയങ്കര ആരാധന. അത്ര നല്ലൊരു അമ്മയാണ്. ഹിപ്നോട്ടിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നല്ല നമുക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോ പെട്ടെന്ന് വർക്ക് ചെയ്യും, ചിലപ്പം അതിങ്ങനെ വരാൻ ലേറ്റ് ആവും. ഒരു ആഗ്രഹം, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക, എന്തെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കാനോ പറയാനോ എന്തെങ്കിലും പറ്റുമോ? ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. അതെല്ലേ? ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലേ? കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. ഇവരുടെ കൊണ്ട് വേറെ മാജിക് ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇതിനു വേണ്ടി മാത്രം അത് ഞാൻ പഠിച്ചതാ ഒരാൾ. അത് വേറെ ആളുടെ ഒന്ന് പഠിച്ചതോ സ്വയം പഠിച്ചിട്ട് ഞാൻ ചെയ്തതാ. ഓ ശരി. അതൊരു പുതിയ ഉപാസനം ചെയ്ത് ആ മന്ത്രം ഉപയോഗിച്ചിട്ട് പിന്നെ ഹിപ്നോട്ടിസം. ഓ ഓക്കെ. അറിയാമായിരുന്നു? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു? ആർക്കും അറിയില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നു. എക്സ്ക്ലൂസീവ് ആർക്കും അറിയില്ല. ഞാൻ ഞാൻ പൂഞ്ഞാറുള്ള സ്ഥലത്ത് അത് ചെയ്തോണ്ടിരുന്നത്. അതെയോ? അല്ല, നമ്മുടെ സിനിമ ഒരാൾക്കും അറിയില്ല, അവരിൽ ചെയ്തിട്ടുമില്ല. ആദ്യമായിട്ട് പറയുന്നത്. അത് എനിക്ക് എന്റെ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടി എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട്. ഓക്കെ, അതൊരു പുതിയ അറിവാണ്. നിങ്ങൾക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും സീക്രട്ട് ടാലൻസ് ഉണ്ടോ പുറത്തറിയാത്ത? ആവണി തലയാട്ടി ഉണ്ടോ? ഇങ്ങനെ തലയാട്ടില്ലേ? ഒന്നും ഇല്ലാന്നാണോ തലയാട്ടി? അങ്ങനെയല്ല, എന്നാലും അല്ല, ചിത്ര രചനയോ അങ്ങനത്തെ എഴുത്തോ? ഞാൻ പടം വരയ്ക്കും. പിന്നെ പാട്ട് അത്യാവശ്യം പാടും. 3-4 വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് തൊട്ട് 3rd വരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തി. പിന്നെ അങ്ങനെ ഞാൻ കളരി പഠിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ അടിപൊളി. പിന്നെ അടവുകളൊക്കെ സെറ്റ് ആക്കിയോ? എല്ലാം ഓൺ ദ വേ. ഓക്കെ. എത്ര നാളായി? കുറച്ചായി, ഒരു 1-2 മാസമായി. അടുത്ത് തുടങ്ങിയതാണ്. അപ്പൊ അത്ര ഓക്കെ ആയിട്ട് വന്നിട്ടില്ല, പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡ്രോയിങ് ചെറുതായിട്ടൊക്കെ ചെയ്യും, പിന്നെ സ്കേറ്റിംഗ് ചെയ്യും. സ്കേറ്റിംഗ് ഫുള്ള് പഠിച്ചത്. നമുക്ക് പാട്ടും മ്യൂസിക്കും സിംഗിങ്ങും അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞ പോലെ കുറച്ചിങ്ങനെ മെന്റലിസം ഉണ്ടോ? മെന്റലിസം അവിടെ ഉണ്ടോ? അറിയാതെ തനിയെ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട് അങ്ങനത്തെ. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് ഇരിക്കാം, ഒറ്റയ്ക്ക് ഇരിക്കാം. സീരിയസ്ലി? എടോ, അത് നമുക്ക് ചെയ്യണം കേട്ടോ.
അതെ എന്റെ കൂടെ ഒന്ന് ഇരിക്കണം, എനിക്ക് ഇപ്പൊ കൈ തരണം. Sure ആയിട്ടും. ഉറപ്പല്ലേ? ഉറപ്പ്. ഉറപ്പല്ലേ? ഇത് ഓൺ റെക്കോർഡാണ്. അത് വലിയ പരിപാടി, ഞാൻ പറയാം. ഓക്കെ സെറ്റ്. എനിക്ക് വലിയ പരിപാടിയാണ്, നിങ്ങൾക്ക് അതാണോന്ന് അതാണ് അത് രഞ്ജൻ ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കുറച്ചുകൂടെ വലിയ പരിപാടിയാണ്. അറിയില്ല. ഇത് തനിയെ നമ്മുടെ ലൈഫിൽ ഓരോരോ എക്സ്പീരിയൻസിൽ കൂടെ തിരുമേനി പറഞ്ഞ പോലെ തന്നെ ചില മെഡിറ്റേഷനിലൂടെയോ ഒക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ മ്യൂസിക്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന വേറൊരു ടാലന്റ് ആണ് അത്. അങ്ങനെ നമ്മുടെ ലൈഫിൽ തന്നെ ആ ജേണി കൂടെ തന്നെ കിട്ടിയതല്ല, അത് വളർത്തിയെടുത്തതും അങ്ങനെയൊന്നുമല്ല. എങ്കിലും അതിനെ വളർത്തിയെടുക്കാനുള്ള സ്പേസും ഉണ്ട്, നമ്മുടെ ചുറ്റും തന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മളത് യൂട്ടിലൈസ് ചെയ്താൽ മതി. അതെങ്ങനെ മെന്റലിസം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആണോ, അതോ എന്താ നമുക്ക് എന്റെ പേര് വിളിക്കാൻ പറ്റുക? നമുക്ക് ഏതാ പറഞ്ഞു, നമുക്ക് ഇരിക്കാം. ഓക്കെ എടാ ഷാദിർ ഇത് നോട്ട് ചെയ്തോളാം. മൈൻഡ് റീഡിംഗ് പോലത്തെ ചെറിയ ഞാൻ നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഞാൻ കുറച്ച് വർഷങ്ങൾ സ്പെൻഡ് ചെയ്ത് എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരെ പഠിച്ച് അതുപോലത്തെ ആളെ വേറെ ആളെ കണക്ട് ചെയ്ത് കമ്പയർ ചെയ്ത് അങ്ങനെ കുറച്ച് വർഷങ്ങൾ സ്റ്റിൽ അതിങ്ങനെ വർക്ക് ചെയ്യാറുണ്ട്. അതിന്റെ ഒരു എനിക്ക് ഇഷ്ടമുള്ള ഒരു പാഷൻ ഉള്ള ഒരു കാര്യമാണ് അതൊക്കെ. അപ്പൊ അത്രേ ഉള്ളൂ, അത് വലിയ സംഭവം. വിഷ്ണു എന്തെങ്കിലും വേറെ പരിപാടികൾ, നമുക്ക് എന്തെങ്കിലും മന്ത്രവാദം എന്തെങ്കിലും പരിപാടി? എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റേ ഇത് പക്ഷിയും കൂടി വേണം. തത്തല്ലേ? കിളി പക്ഷിശാസ്ത്രം എനിക്ക് അഭിനയം എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് വേണം. എന്തായാലും ചെറുപ്പത്തില് ഓക്കെ. എങ്കിൽ ഞാൻ വേറെ ചോദിച്ചു ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ചെറുപ്പത്തിൽ കുറെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് ഉണ്ടാവുമല്ലോ. മറ്റേ ഒറ്റമരെ കണ്ട അടി മേടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ. പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും മറ്റേ ഉപ്പൻ എന്റെ നാട്ടിൽ പറയാൻ നിങ്ങൾ ചെമ്പോത്ത്, അതിനെ കണ്ടു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കരിമ്പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും സൂപ്പർസ്റ്റിഷ്യൻസ് ഉണ്ടായിരുന്നോ ചെറുപ്പത്തില്? ഞാൻ ചെറുപ്പത്തിൽ തന്നെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ജനിച്ചപ്പോഴും മെച്ചൂർഡായിരുന്നു. അതൊക്കെ ഉണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ദൈവമാണോ എന്ന് വരെ ഞാൻ സംശയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നേ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചെറുപ്പത്തിൽ ചിന്തിക്കണം എന്താ അറിയോ, എന്നെ ദൈവം എന്തോ വലുത് ചെയ്യാൻ വേണ്ടിട്ട് സൃഷ്ടിച്ചേക്കുവാ, ഞാൻ സാധാരണ മനുഷ്യനല്ല, എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നൊരു ഇതുണ്ടായിരുന്നു. കുറച്ചു ഇപ്പൊ മാറി കിട്ടും. മനസ്സിലായി? അത് നല്ല ചിന്തയാണ്. ആണോ? നല്ലതാണ്. സ്വയം ചിലപ്പം മാറും, അങ്ങനെയുണ്ട് എപ്പോഴും. അതെ, നല്ലതാണ്. എല്ലാവരും യഥാർത്ഥമായിട്ടുള്ള മനുഷ്യനാണ് ദൈവം, അല്ലാതെ ദൈവം വേറെ ഒന്നല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ സത്യമാണ്. പിന്നെ അഹം ബ്രഹ്മാസ്മി എന്നല്ലേ പറയുന്നത്. ഞാനാണ് ബ്രഹ്മം, ഞാനാണ് ഈശ്വരൻ. അതാണ് ആ ചിന്തയാണ് ശരി, എപ്പോഴും നല്ലതാണ്. ഇനിയും ഈ പുതിയ സിനിമകളിലെ നമ്മൾ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വിളിച്ച തിരുമേനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇപ്പോഴും നമ്മൾ ചെയ്യുമല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? പക്ഷെ എനിക്ക് വയ്യാത്തോണ്ട് മാത്രം. ഒരു വയ്യായി അങ്ങനെ ഒന്നും നമുക്ക് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ ഏത് ക്യാരക്ടറും ചെയ്യാൻ ധൈര്യമുണ്ട്. പിന്നെ എന്നോട് എപ്പോഴും ലോഹി പറയാറുണ്ട്, ലോഹി അടുത്ത പടത്തിന് വേണ്ടി എന്നെ ബുക്ക് ചെയ്യുക വരെ ചെയ്തിരുന്നു. അതെയോ? അത് നിവേദ്യം ചെയ്യുമ്പോ പിന്നെ പുള്ളി മരിച്ചുപോയില്ല. എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു ലോഹി. എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിക്ക് അറിയാം. ഇവിടെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, തെറ്റായി ക്ഷമിക്കണം. നിവേദ്യത്തില് വിനു മോഹന്റെ ക്യാരക്ടർ താങ്കളുടെ പേര് കേൾക്കുന്നത് കഴുതപ്പുറം തമിഴ്. ശരിക്കും ഞാൻ എന്റെ ഒരു 7-8 വയസ്സിൽ ഞാൻ അങ്ങനെ കേട്ടോണ്ടിരുന്നത്. ഞാൻ ശരിക്കും ഇപ്പൊ എനിക്ക് തോന്നി ഞാനും അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് നിവേദ്യം കണ്ടപ്പോഴാണ് എനിക്കൊരു 10-11 വയസ്സുള്ള അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അയ്യോ അപ്പൊ അത് അങ്ങനെ അല്ലായിരുന്നു, ഞാൻ ശരിക്കും വിചാരിച്ചു അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട് എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നിവേദ്യം കണ്ടപ്പോഴാണ് എന്റെ തെറ്റിദ്ധാരണ മാറിയത്. ഓക്കെ. അപ്പോഴേ ഇപ്പൊ നമുക്കൊരു സിംഗർ കം ലിറിസിസ്റ്റ് കൂടെ ഉണ്ട്, ഒരു സിംഗറും ഉണ്ട്. അപ്പൊ നമുക്ക് പാട്ടിന്റെ എന്തെങ്കിലും ഇല്ലാണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ സിനിമയിൽ ഏതെങ്കിലും പാട്ടുകൾ പാടാറായിട്ടുണ്ടോ? മോഹത്തിന്റെ വെള്ളിമല ഒന്ന് കേൾക്കാം. മോഹത്തിന്റെ വെള്ളിമല, മലയിൽ സ്നേഹനില, സ്വപ്നം കാണാൻ മാമല മേലയൂരാലില വീടുമുണ്ടേ, വെള്ളിമലത്താഴ്വരയിൽ തെരുതെളിക്കാട്ടരുവി, കണ്ണാടി ചില്ലറ ചിന്നിച്ചിതറാൻ കൊച്ചരച്ചോലയുണ്ടേ, പരുന്തിന്റെ മിഴിയുമായി പറക്കുന്നു ഞങ്ങളിതാ, താളത്തിന്റെ കൊട്ടുമേളം മേളത്തിൽ ആടിവേടൻ, കണ്ണ് നിറയണ കൺമണി ചിത്രകഥ.
എനിക്ക് ആ പ്രദേശം കടല് കാണാൻ പറ്റി. അല്ല അത് സിനിമയുടെ ആ വരികളില് വരികളിൽ എന്റെ അതെ. കമ്പോസിഷനേക്കാൾ ഉപരി അതെ. ആ വരികളില് ഉം. ആ ടെറേനിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ആ. പാടി വേടെന്നുള്ള അതെ. വേർഡ് എനിക്ക് അറിയില്ല. അറിയില്ലായിരുന്നു. അപ്പൊ ഇല്ല. ഞാൻ തിരുമേനോട് ചോദിച്ചു, എന്താ തിരുമേനി എനിക്ക് മനസ്സിലായില്ല, ആ. ആടിവേടെന്നാണോ പറഞ്ഞത്, ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞ തെറ്റിക്കേണ്ടതാന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് തിരുമേനി ആ. ഈ ആടിവേടൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റും ഈ പറഞ്ഞ എന്തായിരുന്നു ശരിക്കും അത്? അത് വടക്കേ മലബാറിലുള്ള ഒരു സംഭവം. ആ. അത് ആടി മാസത്തിൽ വരുന്ന വേടൻ. ആടി വേടൻ. ഓക്കേ. ആ, 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 ആ. ഓക്കേ. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. മലയാള സിനിമ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പാട്ടിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? അതെ, നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ കേട്ട അതാണ്. വാക്കല്ല. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ ഒരു ആ വേർഡ് കേട്ട മൊമെന്റ്. ഓക്കെ. പിന്നെ എനിക്കൊരു വേറൊരു വിഷ്വൽ, ആ. വേറൊരു കഥ, ആ. സിനിമ കാണുമ്പോൾ സിനിമയ്ക്ക് അനുസൃതമായിട്ടുള്ള കഥ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാട്ട് ഇപ്പൊ നമ്മൾ സ്പോട്ടിഫൈയിൽ കേൾക്കുകയാണെങ്കിൽ അതെ. we can travel to some other world. യെസ്. വേറെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ടെറൈനിലേക്കോ ഒക്കെ നമുക്ക് അതിനെ ഫ്ലെക്സിബിൾ ആയിട്ട് അതെ, അതെ. ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥ അതിനുള്ളിൽ തിരുമേനി നിറച്ചിട്ടുണ്ട്. അതെ. അപ്പൊ ആ നാടിന്റെ ഡെഫിനിഷൻ അതുകൊണ്ട് ആ പാട്ടിൽ വരികളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വിഷ്വൽ കണ്ടാൽ അറിയാം. അതെല്ലേ? എനിക്ക് ഭയങ്കര മനസ്സിൽ ഇപ്പൊ ഒരെണ്ണുണ്ട്. വിഷ്വൽ ആദ്യം കണ്ടിരുന്നു. ആ. ഞാൻ കണ്ടിരുന്നു. ആ. അതും ഈ ട്യൂണും കൂടി വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. ആ, അതെ. ഓക്കേ. അപ്പൊ വിഷ്വലാണ് ചെയ്യുന്നുണ്ട്. വളരെ സിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഹരിചരണാണ് പാടിയത് ആ പാട്ട്. ഓക്കേ. രസമായിട്ട് ഹരിചരൺ പാടി, ഏറ്റവും നല്ല പാട്ടായിരുന്നു. നന്നായിട്ട് ആണല്ലേ? പാടിയത്. ഓക്കേ. മറ്റൊരു പാട്ട് പാടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാനാ രഞ്ജിത്ത് തന്നെയാണ്. പാടിയത്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വരുന്ന ഒരു പോർഷൻ ആയിരുന്നു. ഒരു 4 വരിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ. അപ്പൊ ഞങ്ങളത് കുറച്ചും കൂടെ വലുതാക്കിയിട്ട് ഒരു അതെ. 3 മിനിറ്റിന്റെ സോങ് ആക്കി മാറ്റി. ആ. സിനിമയിൽ അത് കുറച്ചേ ഉള്ളൂ. പക്ഷെ ആസ് എൻ ഓഡിയോ ഒരു ഫുൾ ലെങ്ത് സോങ് ആയിട്ട് കേൾക്കാം. നല്ലതായിട്ടുണ്ട്. ആണല്ലേ? തെന്നൽ തലോടിയാണ് എനിക്ക് തിരുമേനിയുടെ വരികൾ അല്ലെങ്കിൽ പാട്ടിലെടുക്കണമെന്നില്ലേ, എനിക്ക് എക്കാലത്തെയും എന്റെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കണ നമ്മുടെ എന്നോട് എന്തിനീ പിണക്കം, ആ ഒരു ഇതില്ലേ, ഇത് എന്നോട് എന്തിനീ പിണക്കം, ഭയങ്കര അത് ഞാൻ ഇന്ന് Still തിരുമേനിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമില് ആ. ആ പാട്ടിന്റെ ചരണം വെച്ചുകൊണ്ട് ഇടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്താ പറയാ, ഇത് ഞാൻ സത്യം ഞാൻ ചുമ്മാ പറയുമ്പോ പോലും എന്റെ ഒരു എനിക്ക് രോമാഞ്ചമാണ് അത്. ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു സിനാരിയോയിൽ ആ ഒരു സ്പേസിൽ ഇപ്പൊ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ ആക്ട്രസും അത്യുഗ്രൻ പെർഫോമൻസ് ആയിരുന്നു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോ ഇതിനപ്പുറത്തേക്ക് ആ ഒരു സിറ്റുവേഷൻ പറയാൻ വരികളില്ല. അത് വളരെ ലളിതമായിട്ടുള്ള വരികളാണെന്നുണ്ടെങ്കിലും അത് ഈ പാട്ട് ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങള് ഒരു ഗൾഫ് പ്രോഗ്രാം ഞങ്ങള് എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പാട്ട് മൂളി എന്നിട്ട് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു, തന്റെ താൻ പാട്ട് അഭിനയിക്കേണ്ട പടാന്ന് പറഞ്ഞു. മഞ്ജുവിന്റെ അടുത്ത് നിന്നിട്ട് പിന്നെ അടുത്തുനിന്ന് പോകുന്നില്ല അവിടെ. അത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട് മുഴുവൻ. ഞാൻ മൂളിക്കൊടുത്തു. എനിക്ക് അന്ന് പാടാൻ പറ്റില്ല, ഇപ്പൊ എനിക്ക് പാടാൻ വയ്യാതെ. ഓക്കെ. ഇപ്പൊ പാടാൻ വയ്യ. അയ്യോ, എനിക്കത് കേൾക്കണമെന്നുണ്ടായിരുന്നു. തിരുമേനിയുടെ അടുത്തുനിന്ന് തന്നെ കേൾക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ. ചില വരികളൊക്കെ വരും വേറെ ഇതൊക്കെ. ഇപ്പൊ മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണിച്ചിപ്പിയെ പോലെ, നന്മണിച്ചിപ്പിയെ പോലെ. ചില ലൈൻസ് ഒക്കെ വരും, ചിലതൊന്നും വരില്ല. അങ്ങനെ ഈ അസുഖമായതുകൊണ്ട് അന്ന് ഞാൻ മഞ്ജുവിനെ പാടി കൊടുത്തു. മഞ്ജു ഭയങ്കര ഇഷ്ടമായിരുന്നു. അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പൊ ഞാനേ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ, ഞാനൊന്ന് വിളിക്കോട്ടെ. ഓക്കെ. എന്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്ലാസിന്റെ മുന്നേ ഇരിക്കുമ്പോ ജസ്റ്റ് എന്നോടെന്തിനീ പിണക്കം, എന്നും എന്തിനാണ് എന്നോട് പരിഭവം, എന്നോടെന്തിനീ പിണക്കം, എന്നും എന്തിനാണ് എന്നോട് പരിഭവം, ഒരുപാടു നാളായി കാത്തിരുന്നു നിന്നെ ഒരു നോക്കു കാണാൻ വന്നില്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഫൈനലി സിനിമയെ പറ്റിയിട്ടും ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടും പ്രേക്ഷകരോട് എന്താണ് വിഷ്ണുവിന് പറയാനുള്ളത്? എല്ലാരും തീർച്ചയായിട്ടും റിവോൾവർ റിംഗോ പോയി കാണണം. ഇത് കുട്ടികൾക്ക് എന്താ പറയാ, വെക്കേഷൻ സമയത്ത് കുട്ടികൾ എല്ലാരും കൂടി എൻജോയ് ചെയ്യുമ്പോ ഉണ്ടാവണ ഓർമ്മകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അതിലേക്കൊക്കെ ഒരു തിരിച്ചുപോക്കും കൂടി ആയിരിക്കാം ഈ സിനിമ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാവർക്കും കേട്ടോ, നല്ല ഫാമിലി റിലേഷനും ഒക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. രസിക്കാവുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും റിവോൾവർ റിംഗോ പോയി കാണുക. യെസ്. അപ്പോ മെയില് റിലീസ് ഉണ്ടാവും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക, വിജയിപ്പിക്കുക. ഓഫ് കോഴ്സ് ഒരു ഉറപ്പായിട്ടും
എനിക്ക് ആഗ്രഹമുള്ളത് ഈ പാട്ടുകൾ നന്നായിട്ട് ആസ്വദിക്കുകയും വളരെ ലളിതമായിട്ടുള്ള പാട്ടാണ്, വലിയ ക്ലാസിക്കൽ എന്നല്ല, നമ്മൾ സുഖമായിട്ട് ആസ്വദിച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കുക. അതാണ് എനിക്ക് പറയുന്നത്. ആ പാട്ട് ഈ പടം കാണുമ്പോൾ പാട്ടിനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. തീർച്ചയായും. അപ്പോ എന്തായാലും സിനിമയ്ക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. സിനിമ വലിയൊരു വിജയത്തിലോട്ട് തന്നെ എത്തട്ടെ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സന്തോഷം. ആശംസകൾ താങ്ക് യു. എല്ലാവർക്കും.